ജനപ്രദമായ കാര്യമാണ്. നമുക്കൊരു ചക്കച്ചുള തിന്നണമെങ്കിലോ ആഗ്രഹം സഫലമാകാൻ വേണ്ടി നമുക്ക് ഈ സാധനം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചക്ക സ്ത്രീകൾക്ക് കയ്യിൽ കറ പറ്റാതെ അവർക്ക് ഉപയോഗയോഗ്യമായി എത്രയും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഉപകരണമാണ്. എന്തായാലും ഈ കണ്ടുപിടുത്തം പല ശാസ്ത്രജ്ഞന്മാരും കണ്ടുപിടിച്ചിട്ടുള്ള ശാസ്ത്രങ്ങളാണ്. എങ്കിൽ പോലും ഈ എളിയ വ്യക്തിയിൽ നിന്നും ഇങ്ങനൊരു പുതിയ കണ്ടുപിടുത്തം കണ്ടുപിടിച്ചത് വളരെ ജനപ്രദമായ കാര്യമാണ്. ഇത് വേണ്ടവർക്ക് ഓർഡർ ചെയ്താൽ ഇത് നിങ്ങളുടെ പക്കൽ എത്തിച്ചേരുന്നതായിരിക്കും. വളരെ നിസ്സാരമായിട്ട് നമുക്ക് ചക്കയെ മുറിച്ചെടുത്ത് ഉപയോഗിക്കത്തക്ക രീതിയിൽ ഒരു നല്ല ഉപകരണമാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുന്നത്. ചുള മാത്രം. ഇതാണ് ചക്കവെട്ടി എന്ന് പറയുന്ന ഉപകരണം. ഇതാണ് മടല് മാത്രം പ്രത്യേകം നമുക്ക് എടുക്കാം. ഇതാണ് ചക്കവെട്ടി എന്നുള്ള ഉപകരണം. ചെറിയ ചക്കയാണെങ്കിൽ മുന്നിൽ, വലിപ്പമനുസരിച്ച് ചക്കയ്ക്ക് പുറകോട്ട് നമുക്ക് നീങ്ങി ചക്ക ഉരുണ്ടു പോകാതിരിക്കാനുള്ളൊരു സാധനമാണ്, ഒരു സപ്പോർട്ടാണിത്. ഇതിന്റെ കത്തിയാണ്. ഈ കത്തി അവിടെ വന്ന് നിൽക്കും, അങ്ങോട്ട് മറിഞ്ഞു പോകത്തില്ല. നല്ല വലിപ്പമുള്ളൊരു ചക്കയാണ് ഇത്. 22 കിലോ 600 ഗ്രാം തൂക്കമുള്ളൊരു ചക്കയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ചക്ക ഒരു വീട്ടിൽ കിട്ടിയാൽ അത് കുറച്ചെടുത്ത് പഴിപ്പിക്കുകയും കുറച്ച് വേവിക്കുകയും പല രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിനെ മുറിച്ച് എടുക്കുന്ന ഒരു പ്രയാസമാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അപ്പൊ അതിനെ നമുക്കൊന്ന് വെട്ടി നോക്കാം. അതിനെ ചക്ക ഉരുണ്ട് മാറാതിരിക്കത്തക്ക രീതിയിൽ അതിന്റെ ക്ലാമ്പ് അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കത്തക്ക രീതിയിൽ നമുക്കതിന്റെ ആ സപ്പോർട്ടും കൂടി നമ്മളവിടെ പിടിപ്പിച്ചു. ഇനി ആ ചക്ക നിരങ്ങി എങ്ങും പോകത്തില്ല, അത് അവിടെ തന്നെ നിൽക്കും. അപ്പൊ ഇനി നമുക്കിത് മുറിക്കാൻ എളുപ്പമാണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. എത്ര പെട്ടെന്ന് വളരെ നിസ്സാരമായിട്ട് ഒരു കൈ കൊണ്ട് തന്നെ നമുക്ക് ഇത് വെട്ടി 2 പീസാക്കി മാറ്റാം. അതുകൊണ്ട് മാത്രം നമുക്ക് കാര്യമാവുന്നില്ലല്ലോ. ഇനി നമുക്കിതിനെ ചെറുതാക്കണം. വീണ്ടും ചെറുതാക്കി മുറിക്കണം. വീണ്ടും നമ്മൾ മുറിച്ചു. ഇനി അതിനെ വീണ്ടും നമുക്ക് ചെറുതാക്കണം. ഇനിയാണ് പ്രശ്നം. എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമുണ്ട്. നമുക്ക് ഈ അരക്ക് ഒന്ന് തുടച്ച് കളയാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് എന്തായാലും അരക്ക് വരുമല്ലോ. അപ്പോൾ അരക്കിനെ നമ്മൾ എന്തെങ്കിലും വെച്ചൊന്ന് തുടച്ച് എടുക്കാം. ഇതിന്റെ കൂഞ്ഞ്, ഈ കൂഞ്ഞെന്ന് പറയുന്ന സാധനം ഈ കൂഞ്ഞ് നമുക്ക് കളയണം. കൂഞ്ഞ് കഴിഞ്ഞ് ചുള മാത്രം പ്രത്യേകം വന്നു. ഇനി ഇത് ചുള നമുക്ക് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനടിയിൽ ഇപ്പം താഴെ മണ്ണ് പറ്റാതിരിക്കാൻ ഇതിനടിയിൽ ഒരു ചാക്കോ ഒരു പേപ്പറോ വല്ലതും ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കത് വെച്ചിട്ട് ഇങ്ങനെ ഓരോ ചുളയും ഇരിഞ്ഞെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അടിയിൽ ഒരു പേപ്പറോ എന്തെങ്കിലും ഇടണം എന്നുള്ളതാണ്. ഒരു ചാക്കോ പേപ്പറോ വല്ലതും ഇട്ടാൽ മതി. നമുക്കിങ്ങനെ പ്രത്യേകം എടുക്കാം. നമ്മുടെ കയ്യിൽ അധികം അരക്ക് പറ്റത്തില്ല, യാതൊരു പ്രശ്നവുമില്ല. ഈ സാധനം ഉണ്ടെങ്കിൽ ചക്ക സ്ത്രീകൾക്ക് കയ്യിൽ കറ പറ്റാതെ എത്രയും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഉപകരണമാണ്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടിച്ച ചുളയെല്ലാം ഓരോരുത്തർ കൊണ്ടുപോയി ബാക്കി കൂടെ നമുക്ക് കണ്ടിച്ചെടുക്കാം. ചുള മാത്രം. മടല് മാത്രം പ്രത്യേകം നമുക്ക് എടുക്കാം. പണ്ട് മടലും നമ്മൾ കഴിക്കുമായിരുന്നു. മടല് കഴിക്കാൻ മടല് ചെത്തണമെന്നുണ്ടെങ്കിൽ മടലും നമുക്ക് ചെത്തിയെടുക്കാം. കരിമുള്ള, കരിമുള്ളെന്ന് പറയുന്ന ഈ സാധനമാണ് കരിമുള്ള. കരിമുള്ള ചെത്തിയിട്ട് ഈ മടല് ഇതും നമുക്ക് ഭക്ഷണത്തിന് നല്ലതാണ്. നല്ല തോരനൊക്കെ വെക്കാൻ നല്ല ബെസ്റ്റ് സാധനമാണ്. ഈ മുള്ള് മാത്രം ചെത്തിക്കളഞ്ഞിട്ട് ബാക്കിയുള്ളത് നമുക്ക് എടുക്കാം. ഈ ചകിണിയും ചെത്തിക്കളഞ്ഞ്, ചകിണിയും ഉപയോഗിക്കുന്നവരുണ്ട്. എങ്കിൽ പോലും ചക്കയിൽ ഒന്നും കളയാനില്ല, എല്ലാ ഭാഗവും ഉപയോഗിക്കുന്നതാണ്. അതിന്റെ ചുള ഉപയോഗിക്കുന്നതാണ്, ചകിണി ഉപയോഗിക്കുന്നതാണ്, അതിന്റെ കുരു ഉപയോഗിക്കുന്നതാണ്, കുരുവിന്റെ പാട ഉപയോഗിക്കുന്നതാണ്. പിന്നെന്താ അതിനകത്ത് ഉപയോഗിക്കാൻ കഴിയാത്തത്? എല്ലാ സാധനവും ഉപയോഗയോഗ്യമാണ്. ചിപ്സ് ഉണ്ടാക്കുന്നവരുണ്ട്, വാണിജ്യാടിസ്ഥാനത്തിൽ ചിപ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ബേക്കറിക്കാരുണ്ട്. അവർക്കും ഈ സാധനം വളരെ പെട്ടെന്ന് തന്നെ അവരുടെ ചിപ്സ് നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ വളരെ പെട്ടെന്ന് അവർക്ക് ചക്കയിലെ ചുള വേർതിരിച്ച് പെട്ടെന്ന് തന്നെ അവർക്ക് ഉപയോഗിക്കാൻ കഴിയും. ഈ സാധനം ആവശ്യമുള്ളവർക്ക്
ഞങ്ങൾ ഇവിടുന്ന് ഇത് കൊറിയറായിട്ടാണെങ്കിൽ അങ്ങനെ, നേരിട്ട് വന്ന് വാങ്ങുന്നവർക്ക് അങ്ങനെ. ഇത് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ നമ്പർ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. വളരെ പ്രയോജനപ്രദമായ ഒരു കാര്യമാണ്. എന്തായാലും ഈ വീഡിയോയും ഈ സാധനവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായി ഞങ്ങളെ അറിയിക്കുക. അദ്ദേഹത്തിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അവിചാരിതമായി വന്നപ്പോഴാണ് കണ്ടതാണ്. അപ്പോൾ ഈ ഒരു ഉപകരണത്തിന്റെ കാര്യപ്രാപ്തി മനസ്സിലാക്കിയപ്പം വളരെ അതിശയകരമായ രീതിയിലുള്ള കാര്യമാണ്. ഇത് നിങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമായാൽ എനിക്കിത് കണ്ടപ്പോൾ തന്നെ കൊതി തോന്നുന്നു തിന്നാൻ.